അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഇനി സൂറത്ത് മുദ്ദസിർ അതിലെ 8, 9, 10 ആയത്തുകളാണ് കൈകാര്യം ചെയ്യാനുള്ളത്. 8ാമത്തെ ആയത്തിൽ ഫൈദാ നുഖിറ ഫിൻ നാഖൂർ, നാഖൂറിൽ കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ, അവിടെ ജബ്ബാർ പറഞ്ഞത് 6ാം നൂറ്റാണ്ടിലെ ജാഹിലി കാലഘട്ടത്തിലെ ടെക്നോളജിയെ അള്ളാഹുവിന് അറിയുകയുള്ളൂ, ആധുനിക കാലഘട്ടത്തിലെ ടെക്നോളജി അറിയില്ല എന്ന്. അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ, ആ ദിവസം, ആ കാഹളത്തിലൂടെ ഊതപ്പെടുന്ന ദിവസം നിഷേധികളെ സംബന്ധിച്ച് അതീവ പ്രയാസകരമായിട്ടുള്ളൊരു നാളാണത്. ഫദാലിക യൗമുൻ അസീർ അലൽ കാഫിരീൻ ഗൈറു യസീർ, അത് എളുതല്ലാത്ത ഒരു ദിവസമാണ്. ഇവിടെയും ജബ്ബാറിന് പറയാനുള്ളത് അള്ളാഹു മനുഷ്യനെ പേടിപ്പിക്കുകയാണെന്ന്. യഥാർത്ഥത്തിൽ പേടിപ്പിക്കുക എന്നത്, അങ്ങനെ ഒരു സംഗതി ചെയ്യാൻ അള്ളാഹുവിന് അധികാരവും അർഹതയുമുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത്. നാസ്തികർ സ്വയം പറയാറുള്ളത് അവർ സ്വതന്ത്ര ചിന്തകരാണ് എന്നാണ്. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അവരുടെ ചിന്തയ്ക്ക് യാതൊരു അതിരും വരമ്പുമില്ല, നിയന്ത്രണവുമില്ല എന്നാണ്. അപ്പോൾ അതിരും വരമ്പുമില്ലാത്ത, നിയന്ത്രണമില്ലാത്ത സ്വാതന്ത്ര്യം അവർ അനുഭവിക്കുന്നു. അവർ പറയുമ്പോഴും അവർ സ്വയം അല്ലെങ്കിൽ മറ്റ് അധികാര സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിന് അവർ ഏതോ നിലക്ക് അംഗീകരിക്കാൻ നിർബന്ധിതരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഈ സ്വതന്ത്ര ചിന്തയ്ക്ക് ചില പരിധികളുണ്ട്. ആ പരിധികൾ ഉല്ലംഘിക്കപ്പെടുമ്പോൾ അവർ നിയമത്തിൻ്റെ പിടിയിൽപ്പെടുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് കുതറി മാറുകയോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എത്ര തന്നെ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞാലും മനുഷ്യൻ, അവൻ്റെ മേൽ എന്തോ ഒരു പിടിയുണ്ട്, ഏതോ ഒരു നിയമത്തിന് പിടിയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഈ സർവ്വതാ സ്വാതന്ത്ര്യം അവർ അംഗീകരിക്കുമെങ്കിൽ ഇവിടെ അവർ നിഷേധിച്ചതുകൊണ്ട് കാര്യമില്ല. വസ്തുതയായി എപ്പോഴും തുടരും. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ആണ്. ഇവർ ഏറ്റവും വലിയ അന്ധവിശ്വാസികളാണ്. പ്രപഞ്ചത്തിനോ സൃഷ്ടാവില്ല എന്ന് പറയുന്നതാണ് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ അന്ധവിശ്വാസം. അപ്പോൾ ഈ അന്ധവിശ്വാസത്തിൻ്റെ ആളുകൾ നിഷേധിച്ചു എന്നതുകൊണ്ട് ലോകത്തിന് സൃഷ്ടാവില്ലാതാവില്ല. ആ സൃഷ്ടാവ് ലോക നിയമങ്ങൾക്ക്, പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക് അതീതനായിരിക്കണം എന്നത് അതും ബുദ്ധിപരമായിട്ട് തന്നെയുള്ള ഒരു അംഗീകരിക്കപ്പെടേണ്ട സംഗതിയാണ്. കാരണം പ്രപഞ്ചത്തിൻ്റെ നിയമം ഉണ്ടാക്കുന്നത് ആ സൃഷ്ടാവാണ്, അതിൻ്റെ നിയന്താവും അതിൻ്റെ സംവിധായകനുമാണെങ്കിൽ ആ നിയമം അവന് ബാധകമാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിയും തൻ്റെ ഇടവും ഒക്കെയുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ്റെ സുരക്ഷിതത്വം, അത് ഭൗതിക ജീവിതത്തിലുള്ള സുരക്ഷിതത്വവും പാരത്രിക ജീവിതത്തിലുള്ള സുരക്ഷിതത്വവും ഒക്കെ പരിരക്ഷിക്കുക, അതവനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തന്നെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. ആ നിലക്ക് മനുഷ്യൻ അവന് ചില നിയമങ്ങളും വ്യവസ്ഥകളും നൽകുകയും അവൻ്റെ ഭൗതിക പാരത്രിക ജീവിത വിജയസുഖങ്ങൾക്ക് സഹായകമായി തീരുന്ന നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ അവന് നൽകുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യനോട് അള്ളാഹു സൃഷ്ടാവ് പറയുന്നത്, ഇത് എൻ്റെ നിയമമാണ്, നീ എൻ്റെ സൃഷ്ടിയാണ്, എൻ്റെ ദാസനാണ്, അതുകൊണ്ട് എൻ്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാലേ നിനക്ക് ഈ ലോകത്ത് സ്വാസ്ഥ്യവും സമാധാനവും വിജയവും കൈവരിക്കാൻ കഴിയൂ, പരലോകത്ത് സുഖപ്രദമായിട്ടുള്ള ശാശ്വത ജീവിതവും നിനക്ക് ലഭ്യമാവും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മറുവശം എന്താണ് എന്ന് അവനോട് പറയേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ചില പേടിപ്പിക്കൽ അനിവാര്യമായി വരും. കാരണം മനുഷ്യൻ കേവലം
സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ സ്വാസ്ഥ്യത്തിൻ്റെ മാത്രം വഴിയിലൂടെ എല്ലാം പോണത്. പലപ്പോഴും അവന് പ്രയാസങ്ങളുണ്ടാവും. ഈ പ്രയാസങ്ങൾ ഭൗതിക ജീവിതത്തിലുണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ച് അവന് മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. ആ മുന്നറിയിപ്പിൽ ചിലപ്പോൾ പേടിപ്പിക്കലുണ്ടാവാം. ഇതേ മുന്നറിയിപ്പ് പരലോകത്തിൻ്റെ കാര്യത്തിലും ചെയ്യേണ്ടതുണ്ട്. അവിടെയും പേടിപ്പിക്കലുണ്ടാവും. അതുകൊണ്ട് മനുഷ്യനോട് പറയാനുള്ളത്, നീ നിഷേധിയാകാൻ പാടില്ല എന്നാണ്. നിഷേധിയായാൽ എന്തായിരിക്കും പരിണതി? അത് കൊടൂരമായിട്ടുള്ള ശിക്ഷയാണ്. വളരെ വളരെ പ്രയാസകരമായിട്ടുള്ള, ഒരു നിലക്കും എളുതല്ലാത്ത, പ്രയാസം നിറഞ്ഞ, എല്ലാ നിലക്കും പ്രയാസം നിറഞ്ഞ, ഒരു നിലക്കും രക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത ഒരു ശാശ്വത ജീവിതമാണ് നിനക്കുള്ളത് എന്ന് അവനെ സൃഷ്ടിച്ച അവൻ്റെ സൃഷ്ടാവ്, അവൻ്റെ രക്ഷിതാവ് അവനോട് പറയുന്നു. അത് പറയാൻ അധികാരം ആ സൃഷ്ടാവിനുണ്ട്. അവന് മാത്രമേ അത് പറയാനുള്ള അധികാരമുള്ളൂ. ആ അധികാരം വെച്ചുകൊണ്ടാണ് അവനത് പറയുന്നത്. അപ്പോൾ അതിൽ അവനെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതല്ല. ആ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ എന്ന് സൂറത്ത് അംബിയായിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചോദ്യമല്ല. കാരണം അവൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. അവന് ഒരു നിയമവും ബാധകമല്ല. നിയമം അവനുണ്ടാക്കിയതാണ്. ആ നിയമം മനുഷ്യനാണ് ബാധകമാവുക. അതുകൊണ്ട് ഈ നിയമം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അംഗീകരിച്ചില്ല എന്നുള്ള ചോദ്യം മനുഷ്യനോടുണ്ടാവും എന്നുള്ളതാണ്. അത് അംഗീകരിച്ചുകൊണ്ട് നടക്കുന്നില്ലെങ്കിൽ, അത് അംഗീകരിക്കാൻ സന്നദ്ധനല്ലെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ കാഫിർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കുഫറും ഇസ്ലാമും അത് ആത്യന്തികമായി ഇവിടെ വെച്ച് തീരുമാനിക്കുക എന്നുള്ളത് തന്നെ പ്രയാസമാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ചു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അംഗീകരിക്കുന്നതോടുകൂടി അയാൾക്ക് ഇസ്ലാമിൽ അംഗത്വം കൊടുക്കും. പക്ഷേ അയാൾ യഥാർത്ഥത്തിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഇവിടെ ആർക്കും തീരുമാനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അയാളുടെ ആത്യന്തികമായിട്ടുള്ള ഈ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള തീരുമാനം അത് അള്ളാൻ്റെ അടുത്താണ്. അത് പരലോകത്തെ വെളിപ്പെടുകയുള്ളൂ. എന്നാൽ ഇവിടെ മുസ്ലിമിനെയും അമുസ്ലിമിനെയും തിരിച്ചറിയാനുള്ള, വേർതിരിക്കാനുള്ള ഒരു മാർഗം എന്താണ്? അത് ഈ തത്വം അംഗീകരിക്കുക, പ്രഖ്യാപിക്കാനുള്ളതാണ്. അത് പ്രഖ്യാപിച്ചവരെ ഇവിടെ സാങ്കേതികമായി മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മോമിനുകൾ എന്ന് പറയുന്നു, അല്ലാത്തവർ നിഷേധികൾ എന്ന് പറയുന്നു. ഇതാണ് ഇതിനുള്ള വ്യത്യാസം. അപ്പോൾ ഈ കാഫിർ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കിയിട്ട്, ഈ തത്വം മനസ്സിലാക്കിയിട്ടും അത് അംഗീകരിക്കാത്തവനാണ് യഥാർത്ഥ കാഫിർ എന്ന് പറയുന്നത്. ഇനി ഇസ്ലാം അത് ബാഹ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ആളുകളിലും ചിലപ്പോൾ മുസ്ലിങ്ങളുണ്ടാവാം. അതും പക്ഷേ ഇവിടെ വെച്ച് തീരുമാനിക്കാൻ കഴിയില്ല. അത് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വിചാരണ വേളയിൽ മാത്രമേ തീരുമാനിക്കാൻ കഴിയുള്ളൂ എന്നാണ്. ഇതും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്ത് മുഅ്മിൻ ഗാഫിറിൽ ഖുർആൻ പറയുന്നത് ഫറോവയുടെ സമൂഹത്തിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വഖാല റജുലും മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു. ഫിർഔൻ്റെ ആളുകളിൽപ്പെട്ട ഈമാൻ മറച്ചു വച്ച വിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റജുലും മുഅ്മിൻ, അപ്പോൾ ഒരാൾ മുഅ്മിനാവുന്നു മുസ്ലിമാവുന്നു എന്നുള്ളത് ആത്യന്തികമായി ഇവിടെ തീരുമാനിക്കപ്പെടുന്ന കാര്യമല്ല. അത് പരലോകത്താണ് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചും അയാൾ നരകത്തിൻ്റെ അവകാശിയാണെന്നോ സ്വർഗത്തിൻ്റെ അവകാശിയാണെന്നോ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ ആർക്കും സാധ്യമല്ലെന്നും അങ്ങനെ പ്രഖ്യാപിക്കരുത് എന്നും ഇസ്ലാം മുസ്ലിങ്ങളോട് അനുശാസിച്ചിട്ടുള്ളത്. അത് ആത്യന്തികമായി അള്ളാൻ്റെ കയ്യിലുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ നിയമവ്യവസ്ഥ അത് അംഗീകരിക്കപ്പെടുമ്പോൾ അതിന് ചില ചട്ടക്കൂടുകൾ ആവശ്യമുണ്ട്. ആ ചട്ടക്കൂടുണ്ടാക്കുക മാത്രമാണ് ഇവിടെ ഈ പ്രഖ്യാപനം കൊണ്ട് ഇന്നാൾ മുസ്ലിമാണ് അല്ലെങ്കിൽ ഇന്നാൾ മുസ്ലിമല്ല, നിഷേധിയാണ് എന്ന് പറയുന്നതിലൂടെ ചെയ്യുന്നത്. അതേ അവസരം യഥാർത്ഥത്തിൽ നിഷേധി എന്ന് പറയുന്നത് ഈ സംഗതിയൊക്കെ മനസ്സിലായിട്ടും അയാൾ അംഗീകരിക്കില്ലെങ്കിൽ അയാൾ നിഷേധിയായിരിക്കും. ആ നിഷേധിയെ സംബന്ധിച്ചിടത്തോളം പരലോകം അയാൾക്ക് അതീവ ദുസ്സഹമാണ്. ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അസഹ്യമായിട്ടുള്ള ഒരു രംഗമായിരിക്കും അവിടെ അയാൾ നേരിടുക എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ വദാലിക യൗമഇദിൻ യൗമുൻ അസീർ അലൽ കാഫിരീന ഗൈറു യസീർ എന്ന് പറയുന്നതിലൂടെ ഖുർആൻ
വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ്. ഇത് നിഷേധികളായിട്ടുള്ള നാസ്തികന്മാർ എന്നല്ല, ഏത് നിഷേധി അത് നിഷേധിച്ചുകൊണ്ടും അവർക്ക് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിനെ വേണമെങ്കിൽ അവർക്ക് കളിയാക്കാം, പരിഹസിക്കാം, വിമർശിക്കാം, ചോദ്യം ചെയ്യാം. അത് ഇവിടെ അവരുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ നിഷേധിക്കുന്നില്ല. അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. അത് അള്ളാഹു തന്നെ അവരുടെ സൃഷ്ടാവ് തന്നെ അംഗീകരിച്ചു കൊടുത്തുള്ളൊരു സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണല്ലോ അവരെ കാര്യം അള്ളാഹു ഇവിടെ വെച്ച് ശിക്ഷിക്കാത്തത്. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിനൊരു മറുവശമുണ്ട്. ആ മറുവശം എന്താണ്? ഇത് അംഗീകരിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആ ബാധ്യത അവർ നിർവഹിക്കുന്നില്ലെങ്കിൽ, ആ ബാധ്യത നിർവഹിക്കാത്തതിൻ്റെ പേരിൽ അവർ ചോദ്യം ചെയ്യപ്പെടും. അതിന് അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ അവിടെ വെച്ച് ലഭിക്കുകയും ചെയ്യും. അത് അംഗീകരിച്ച ആളുകൾക്ക് അവിടെ രക്ഷയും ലഭിക്കും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ബുദ്ധിക്ക് യോജിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഹങ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിഷേധിച്ചതുകൊണ്ട് ഇവർക്ക് രക്ഷപ്പെടാനാവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ പറയുന്നത്. അതാണ് ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ അലൽ കാഫിരീന ഗൈറു യസീർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളതും.